എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നേന്ത്രക്കായ കൊണ്ട് ഒരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളിതിന് കായവട്ടം എന്നാണ് പറയുന്നത്. ഇത് നമ്മളിവിടെ കറിവേപ്പില, പച്ചമുളക്, നല്ല നാടൻ നേന്ത്രക്കായും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുക. ഈ വട്ടത്തിൽ മുറിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് വട്ടത്തിൽ മുറിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ കായവട്ടം എന്ന് പറയുന്നത്. ഈ നേന്ത്രക്കായ മുറിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം. എന്നാൽ ഇതിൻ്റെ കറി ഇളകി പോകും. അതിനുശേഷം വേണം നമ്മളിത് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ. നമ്മളിതിലോട്ട് ഇനി മഞ്ഞൾപ്പൊടി ഇടുക, അതുപോലെ പാകത്തിന് ഉപ്പ് ഇടുക, ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കായ വേവിക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയൊക്കെ ഒന്നിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ഈ ചീനച്ചട്ടിയിലോട്ടിട്ട് ഇനി നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നേന്ത്രക്കായ വേവാൻ കുറച്ച് സമയം എടുക്കും, അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കായവട്ടം തയ്യാറാക്കുമ്പോൾ നമ്മൾ കായയുടെ തോലോട് കൂടിയാൽ തന്നെയാണ് വേവിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി കൂടി മുറിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. കായ പാകത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കടുക് വറുത്തിടാം, അതുപോലെ തന്നെ തേങ്ങ ചേർക്കാം. എല്ലാവരും കായവട്ടം ഉണ്ടാക്കി നോക്കണേ. Thank you.